ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് ഞാൻ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ആണ്. സെഷൻ 32 പ്രകാരം ഡിപ്രീസിയേഷൻ എങ്ങനെയാണ് ചാർജ് ചെയ്യുക, ഡിപ്രീസിയേഷന്റെ റേറ്റ്, അറ്റ് പ്രസന്റ് ഡിപ്രീസിയേഷൻ ഓണത്തുള്ള അമെൻമെന്റ്, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്, കൂടാതെ അഡീഷണൽ ഡിപ്രീസിയേഷൻ എന്താണ്, അഡീഷണൽ ഡിപ്രീസിയേഷന്റെ റേറ്റ്, അതിന്റെ കണ്ടീഷൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ്, ഈ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ കവർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിപ്രീസിയേഷൻ സെഷൻ 32. ഡിപ്രീസിയേഷൻ ഒരു നോഷണൽ എക്സ്പെൻഡിച്ചർ ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ ഇല്ലാത്ത ഒരു നോഷണൽ എക്സ്പെൻഡിച്ചർ ആണ് ഡിപ്രീസിയേഷൻ. സാധാരണ നോഷണൽ എക്സ്പെൻഡിച്ചർ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷന്റെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോഷണൽ എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യില്ല. അതർ ദാൻ ഡിപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ ഒഴിച്ചിട്ടുള്ള നോഷണൽ എക്സ്പെൻഡിച്ചർ കൺസിഡർ ചെയ്യത്തില്ല, പക്ഷെ ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യും. ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഇൻകത്തിൽ നിന്നും ഡിഡക്ട് ചെയ്യുക. ആ ഡിപ്രീസിയേഷൻ എന്താണ്, അത് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക, ഈ കാര്യങ്ങളെ കുറിച്ചാണ് പറയുക. ഡിപ്രീസിയേഷൻ സാധാരണ ഒരു അസറ്റിന് വിയർ ആൻഡ് ടിയറോ അല്ലെങ്കിൽ ഒബ്സോളസൻസോ ഒക്കെ സംഭവിക്കുമ്പോൾ ആ അസറ്റിന് കേടുപാടുകളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന നോഷണൽ എക്സ്പെൻഡിച്ചർ ആണ് ഡിപ്രീസിയേഷൻ. അതുകൊണ്ട് തന്നെ ടാഞ്ചിബിൾ അസറ്റിനും ഇൻടാഞ്ചിബിൾ അസറ്റിനും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചർ തുടങ്ങിയവയ്ക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ലാൻഡിന് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ലാൻഡിന്റെ വില ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡിന് സാധാരണ അപ്രീസിയേഷൻ ആണ് സംഭവിക്കുക. ലാൻഡിന് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യത്തില്ല. ടാഞ്ചിബിൾ അസറ്റില് ലാൻഡിന് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല. ലാൻഡ് ഒഴിച്ചിട്ടുള്ള ബിൽഡിംഗ്, മെഷീനറി, പ്ലാന്റ്, ഫർണിച്ചറിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. തൊട്ടപ്പുറത്ത് ഇൻടാഞ്ചിബിൾ അസറ്റ്, നോഹൗ, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ലൈസൻസ്, ഫ്രാഞ്ചൈസി or any other business or commercial right of similar nature acquired on or after 1498. 1498 ശേഷം പർച്ചേസ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് ഓർ കൊമേഴ്സ്യൽ റൈറ്റ്, കൂടാതെ നമ്മുടെ പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, ലൈസൻസ്, ഫ്രാഞ്ചൈസി ഇങ്ങനെയുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഇൻടാഞ്ചിബിൾ അസറ്റിലെ ഏറ്റവും പ്രധാന അസറ്റ് ആയിട്ടുള്ള ഗുഡ്വിൽ ഉണ്ട്. ഗുഡ്വില്ലിന് ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തില്ല. ഗുഡ്വില്ലിന് ഡിപ്രീസിയേഷൻ ആപ്ലിക്കബിൾ അല്ല. അപ്പോ ടാഞ്ചിബിൾ അസറ്റിനും ഇൻടാഞ്ചിബിൾ അസറ്റിനും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ടാഞ്ചിബിൾ അസറ്റിലെ ലാൻഡ് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള അസറ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഇൻടാഞ്ചിബിൾ അസറ്റില് ഗുഡ്വിൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. നെക്സ്റ്റ്, കണ്ടീഷൻസ് ഫോർ ക്ലെയിമിംഗ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ആ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ, അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ ദി അസസി. ഈ അസസി ഓൺ ചെയ്യുന്ന അസറ്റ് ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, അസറ്റ് മസ്റ്റ് ബി യൂസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ അസറ്റ് ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് കണ്ടീഷനിലും കുറച്ച് എക്സെപ്ഷണൽ കേസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട്, അതിലേക്ക് പോകുന്നു. ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞത് അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ ദി അസസി. ഈ അസസിയുടെ കൈവശമുള്ള, അസസി ഓൺ ചെയ്തിരിക്കുന്ന അസറ്റ് ആയിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് 5 നോട്ട് പറയാനുണ്ട്. ഫസ്റ്റ്, ബെനഫിഷ്യൽ ഓണർ. എന്താണ് ബെനഫിഷ്യൽ ഓണർ എന്ന് ചോദിച്ചാൽ, ഒരാളുടെ പേരിലായിരിക്കാം പ്രോപ്പർട്ടി ഇരിക്കാം. ഇപ്പം മിസ്റ്റർ വൈയുടെ പേരിലായിരിക്കാം പ്രോപ്പർട്ടി ഇരിക്കുക. രജിസ്റ്റേർഡ് ഓണർ മിസ്റ്റർ വൈ ആണ്, പക്ഷെ അത് കൈകാര്യം ചെയ്തത് മിസ്റ്റർ എക്സ് ആണ്. മിസ്റ്റർ എക്സിനെ വിളിക്കുന്ന പേരുണ്ട് ബെനഫിഷ്യൽ ഓണർ. അങ്ങനെ രജിസ്റ്റേർഡ് ഓണർ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ രജിസ്റ്റേർഡ് ഓണർ ആകണമെന്ന് നിർബന്ധമില്ല. ബെനഫിഷ്യൽ ഓണർക്കും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. മിസ്റ്റർ വൈയുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്ന മിസ്റ്റർ എക്സിനാണ്. അപ്പൊ മിസ്റ്റർ എക്സിന് അതിന് മുകളിലുള്ള ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. സോ ഒന്നാമത്തെ കേസ് പറഞ്ഞത് ബെനഫിഷ്യൽ ഓണർ. ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ ലീഗൽ ഓണർ ആകണമെന്ന് നിർബന്ധം ഇല്ല. ബെനഫിഷ്യൽ ഓണർക്കും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, കോ ഓണർ.
ഒരു പ്രോപ്പർട്ടി രണ്ടു പേരായിരിക്കാം അതിന്റെ ഓണർഷിപ്പ് കൈകാര്യം ചെയ്യുന്ന രണ്ടു പേരായിരിക്കാം. ഒരു മെഷീനറിയുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ എക്സും ഓണറാണ്, മിസ്റ്റർ വൈയും രണ്ടുപേരും ഓണേഴ്സ് ആണ്. രണ്ടുപേരും ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ പ്രൊപ്പോർഷനേറ്റ് എടുക്കും. മിസ്റ്റർ എക്സ് എത്ര ഉപയോഗിച്ചു അതിനുള്ള ഡിപ്രീസിയേഷൻ, മിസ്റ്റർ വൈക്കുള്ള പ്രൊപ്പോർഷൻ, അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ഡിവൈഡ് ചെയ്ത് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രോപ്പർട്ടി അക്യൂർഡ് ഓൺ ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസിൽ ഒരു പ്രോപ്പർട്ടി അക്യൂർ ചെയ്യും. അവസാനത്തെ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കുമ്പോഴായിരിക്കാം ആ പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടി ആകുക. അങ്ങനെ ഹയർ പർച്ചേസ് പ്രകാരം ഒരു പ്രോപ്പർട്ടി ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അയാൾക്ക് ചിലപ്പോൾ അതിന്റെ ടൈറ്റിൽ കിട്ടണമെന്നില്ല, ചിലപ്പോൾ രജിസ്റ്റേർഡ് ഓണർ ആയിരിക്കത്തില്ല. പക്ഷെ ഹയർ പർച്ചേസ് പ്രകാരം ഒരു പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്ന വ്യക്തിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ എ പ്രോപ്പർട്ടി ബൈ ദി ലെസി. നമ്മൾ ലീസിന് എടുക്കും, ലെസറും ലെസിയും, ദാറ്റ് ഈസ് ലീസിന് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അങ്ങനെ ലീസിന് കൊടുത്തു. ലെസിയെ സംബന്ധിച്ച് ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആയി. ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു റിനോവേഷൻ നടത്തിയോ, റിപ്പയർ വർക്ക് നടത്തിയോ, റീകണ്ടീഷൻ വർക്കോ ഇൻക്വയർ ആയി. അങ്ങനെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ലെസിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ, സെക്ഷൻ 53A ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം സെക്ഷൻ 53A പ്രകാരം ഒരു പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് കിട്ടി. അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ആ പ്രോപ്പർട്ടിയുടെ പൊസഷൻ കൈകാര്യം ചെയ്ത മറ്റൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ, അസറ്റ് മസ്റ്റ് ബി ഓൺഡ് ബൈ ദി അസസി. അതിനകത്ത് പറഞ്ഞു ബെനഫിഷ്യൽ ഓണർ ആണെങ്കിലും ലീഗൽ ഓണർ ആണെങ്കിലും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. കോ ഓണർക്ക് പ്രൊപ്പോർഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. പ്രോപ്പർട്ടി അക്യൂർഡ് ഓൺ ഹയർ പർച്ചേസ് വഴി പ്രോപ്പർട്ടി അക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിലും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ ലീസിനെടുത്ത ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻക്വയർ ആയി. എത്രയാണ് ഇൻക്വയർ ചെയ്ത ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ സെക്ഷൻ 53A പ്രകാരം ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾക്കും ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് കണ്ടീഷൻ പറഞ്ഞത് asset must be used for the purpose of business or profession during the previous year. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ അസറ്റ് ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം. അതുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് പാസീവ് യൂസും ആക്റ്റീവ് യൂസും ഉണ്ട്. പാസീവ് യൂസും ഉണ്ട്, ആക്റ്റീവ് യൂസും ഉണ്ട്. നമുക്കറിയാം ആക്റ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പരിപാടി പാസീവ് യൂസ് ഉണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടി ഒരു അസറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസീവ് ആയിക്കോട്ടെ ആക്റ്റീവ് യൂസ് ആയിക്കോട്ടെ, ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പാർട്ട്ലി യൂസ്ഡ് ഫോർ ദി ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു പ്രോഡക്റ്റ് ഒരു പ്രോപ്പർട്ടി പാർട്ട്ലി യൂസ്ഡ് ഫോർ ബിസിനസ് ഓർ പ്രൊഫഷൻ ആണ്. അങ്ങനെയാണെങ്കിലും അതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ടു ദ ടെനന്റ് ഫോർ സ്മൂത്ത് റണ്ണിംഗ് ഓഫ് ബിസിനസ്. നമ്മൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി, ബിസിനസിന്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടി നമ്മൾ ഒരു ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. അങ്ങനെ ഒരു ഹൗസ് പ്രോപ്പർട്ടി അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാഞ്ചിബിൾ അസറ്റിനെ, അതായത് ലാൻഡ് ഒഴിച്ചിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റിനും ഗുഡ്വിൽ ഒഴിച്ചിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിനും ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന റേറ്റ് ഉപയോഗിച്ച് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഡിപ്രീസിയേഷൻ ഒരു ഇൻഡിവിജ്വൽ അസറ്റിനല്ല ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക, പകരം ബ്ലോക്ക് ഓഫ് അസറ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്? സെക്ഷൻ 2 സബ്സെക്ഷൻ 11 പ്രകാരം ബ്ലോക്ക് ഓഫ് അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം സിമിലർ നേച്ചറുള്ള അസറ്റ് അല്ലെങ്കിൽ ഒരു കൂട്ടം സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു കൂട്ടം അസറ്റിനെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്ന പരിപാടിയുണ്ട്. വിളിക്കുന്ന പേര് ബ്ലോക്ക് ഓഫ് അസറ്റ്. ബ്ലോക്ക് ഓഫ് അസറ്റ് മീൻസ് the group of asset of same nature in respect of which same rate of depreciation is charged. In other words, to fall in the same block if the following conditions are satisfied. ഒരു കൂട്ടം സിമിലർ നേച്ചറുള്ള അസറ്റിനെ വേണമെങ്കിൽ നമുക്ക് ബ്ലോക്ക് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു കൂട്ടം സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന അസറ്റിനെ ഒരു ബ്ലോക്ക് ആക്കി മാറ്റാം. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, അസറ്റ് മസ്റ്റ് ബി ദ സെയിം നേച്ചർ, അതായത് ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ അസറ്റിനെ ഒരു ബ്ലോക്ക് ആക്കാം, അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റിനെ എല്ലാം കൂടി ചേർത്ത് ഒരു ബ്ലോക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഓൺ സച്ച് അസറ്റ് മസ്റ്റ് ബി ദ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു കൂട്ടം അസറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്കൊരു ബ്ലോക്ക് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അസറ്റിനല്ല, പകരം ബ്ലോക്ക് ഓഫ് അസറ്റിനാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക.
സെഷൻ 2 സബ്സെഷൻ 11 പ്രകാരം സെയിം നേച്ചറുള്ള അസറ്റിനെ ഒരു ബ്ലോക്ക് ആക്കി മാറ്റും, അല്ലെങ്കിൽ സെയിം റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്ന ഒരു കൂട്ടം അസറ്റിനെ നമ്മൾ ഒരു ബ്ലോക്ക് ആക്കി മാറ്റുന്ന പരിപാടിയുണ്ട്. ആ ബ്ലോക്കിന് മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ഇൻഡിവിജ്വൽ അസറ്റിന് മുകളിലല്ല ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്, ബ്ലോക്കിന് മുകളിലാണ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. നെക്സ്റ്റ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷന്റെ റേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് 5%, കൊമേഴ്സ്യൽ ബിൽഡിംഗ് 10%, ഫർണിച്ചർ 10%, ഓഷൻ ഗോയിങ് ഷിപ്പ്, വെസല്, സ്പീഡ് ബോട്ട് 20%. ഇനി ഒരു 3 അമെൻമെന്റ് ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഡിപ്രീസിയേഷന്റെ റേറ്റുമായി 3 അമെൻമെന്റ് ഉണ്ട്. അതിനെക്കുറിച്ചാണ് പറയുക. ഫസ്റ്റ് ഐറ്റം, മോട്ടോർ കാർ ഇൻക്ലൂഡിംഗ് ലോറീസ് ആൻഡ് ബസ് യൂസ്ഡ് ഫോർ ഹയറിംഗ് പർപ്പസ്. ഒരു ഹയറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന മോട്ടോർ കാർ ഇൻക്ലൂഡിംഗ് ലോറി ആൻഡ് ബസ് ആണെങ്കിൽ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ 30%, 30%. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഐറ്റം ഉണ്ട്. മോട്ടോർ കാർ അതർ ദാൻ യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിംഗ് ദം ഓൺ ഹയർ അക്വേർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23/8/2019 ആൻഡ് 31/3/2020 ആണെങ്കിൽ 30%. അതായത് മോട്ടോർ കാർ അതർ ദാൻ, അതായത് ഹയറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാത്ത ഒരു മോട്ടോർ കാർ ആണെങ്കിൽ അത് അക്വയർ ചെയ്തിരിക്കുന്നത് 23/8/2019 31/3/2020 ഇടയ്ക്കാണ് അത് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ 30%. നെക്സ്റ്റ്, മോട്ടോർ ബസ്, മോട്ടോർ ലോറി ആൻഡ് മോട്ടോർ ടാക്സി യൂസ്ഡ് ഇൻ എ ബിസിനസ് ഓഫ് റണ്ണിംഗ് ദം ഓൺ ഹയർ അക്വേർഡ് ആൻഡ് പുട്ട് ടു യൂസ് ബിറ്റ്വീൻ 23/8/2019 ആൻഡ് 31/3/2020 ആണെങ്കിൽ ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ 40% ആണ്. മോട്ടോർ ബസ്സും മോട്ടോർ ലോറിയും മോട്ടോർ ടാക്സിയും റണ്ണിംഗ് ഓൺ ഹയർ ആണ്. അക്വേർഡ് ചെയ്തിരിക്കുന്നത് 23/8/2019 31/3/2020 ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷന്റെ റേറ്റ് 40%. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് മോട്ടോർ കാർ ഇൻക്ലൂഡിംഗ് ലോറി ആൻഡ് ബസ് യൂസ്ഡ് ഫോർ ഹയറിംഗ് പർപ്പസ് ആണെങ്കിൽ 30%. ഇതിലൊരു മറ്റൊരു മാറ്റം വന്നിരിക്കുന്നു പറഞ്ഞാൽ, മുകളിൽ പറഞ്ഞ ഞാൻ പറഞ്ഞ മോട്ടോർ കാർ അതർ ദാൻ ഹയറിംഗ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് അക്വയർ ചെയ്തിരിക്കുന്നത് 23/8/2019 31/3/2020 ഇടയ്ക്കാണ് എന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ 30%. പിന്നെ മോട്ടോർ ബസ്സും മോട്ടോർ ലോറിയും മോട്ടോർ ടാക്സിയും റണ്ണിംഗ് ബിസിനസ് ഓഫ് ഓൺ ഹയറിംഗ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് പീരീഡിനകത്താണ് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് 40% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇപ്പൊ അറ്റ് പ്രസന്റ് വന്ന അമെൻമെന്റ് ആണ്. ഈ 3 അവസാനം പറഞ്ഞ മോട്ടോർ കാറുമായി ബന്ധപ്പെട്ട് 3 ഡിപ്രീസിയേഷന്റെ റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ഇൻക്ലൂഡിംഗ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, books owned by a professional, that is 40%, കമ്പ്യൂട്ടറും ബുക്സും that is 40%, എയർ or water pollution control equipment 40%, fire extinguisher 15%. In general, that is if nothing is mentioned regarding the nature of plant and machinery including motor car not used for hiring purpose ആണെങ്കിൽ 15%. ഇൻടാഞ്ചിബിൾ അസറ്റ് അറിയാം, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റിന് 25%. ഒരു ബിൽഡിങ്ങിന്റെ ടെമ്പററി കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ചാർജ് ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ 40%. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡിപ്രീസിയേഷന്റെ റേറ്റ്. ഇതിൽ ആ മോട്ടോർ കാറിന്റെ ഹയറിംഗ് പർപ്പസുമായി ബന്ധപ്പെട്ട ആ സ്പെസിഫിക് ഡേറ്റിലുള്ള ഡിപ്രീസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക. അതേപോലെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷറിന് 15% ആണ് ഡിപ്രീസിയേഷൻ. ഫയർ എക്സ്റ്റിംഗ്വിഷറിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ പുട്ട് ടു യൂസ്, ഒരു അസറ്റ് പുട്ട് ടു യൂസ് ചെയ്തെങ്കിൽ മാത്രമേ ഡിപ്രീസിയേഷൻ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ ഫയർ എക്സ്റ്റിംഗ്വിഷറിന്റെ കേസിൽ പുട്ട് ടു യൂസ് അല്ല, ദാറ്റ് ഈസ് റെഡി ടു യൂസ് ആണ്. റെഡി ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഫയർ എക്സ്റ്റിംഗ്വിഷർ നോക്കി വെക്കുക. ഇൻടാഞ്ചിബിൾ അസറ്റിന് എല്ലാത്തിനും ചേർത്ത് ദാറ്റ് ഈസ് 25% ആണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിപ്രീസിയേഷന്റെ റേറ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കി വെക്കേണ്ടത്. മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ്സ് ആണ് ഫോളോ ചെയ്യുക. ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വാല്യൂ മെത്തേഡും 2 റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ഒന്ന് SLM-ഉം 2 WDV. പവർ ജനറേഷൻ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും അപ്ലൈ ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്, WDV മെത്തേഡ് ആണ്.
പവർ ജനറേഷൻ സെക്ടറിൽ മാത്രം ദാറ്റ് ഈസ് SLM ഫോളോ ചെയ്യാം. പവർ ജനറേഷൻ സെക്ടർ ഒഴിച്ച് ബാക്കി എല്ലാ കേസിലും അപ്ലൈ ചെയ്യേണ്ട ഡിപ്രീസിയേഷൻ മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ്. ആ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്ക് പോകുന്നു. ആദ്യം WDV ഓഫ് ദി ബ്ലോക്ക് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന്റെ ബിഗിനിങ്ങിലെ ആ ബ്ലോക്കിന്റെ ഓപ്പണിംഗ് WDV ഉണ്ട്, അത് അങ്ങോട്ട് ആദ്യം എഴുതി വെച്ചു. ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റ് ദാറ്റ് ഈസ് ഫോളിംഗ് വിത്തിൻ ദി ബ്ലോക്ക് അക്യൂർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഈ സെയിം ബ്ലോക്കിനകത്ത് ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ഉണ്ട്, ആ കോസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആദ്യം ഓപ്പണിംഗ് WDV, അതിനകത്ത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് എമൗണ്ട് ആഡ് ചെയ്യുക. എന്നിട്ടൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്നും ലെസ് സെയിൽസ് പ്രൊസീഡ്സ് ഓഫ് ദി അസറ്റ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റ വാല്യൂ ലെസ് ചെയ്യുക. കിട്ടുന്നത് ദാറ്റ് ഈസ് WDV, ക്ലോസിംഗ് WDV അവിടെ കിട്ടും. ദാറ്റ് ഈസ് ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്, ഡിപ്രീസിയേഷന് മുമ്പുള്ള WDV. ആ WDVക്ക് മുകളിൽ ദാറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നു. സ്പെസിഫിക് പെർസെന്റേജ് ഉണ്ട്, തൊട്ട് മുമ്പ് പറഞ്ഞ സ്പെസിഫിക് പെർസെന്റേജ് ഓഫ് റേറ്റ് അപ്ലൈ ചെയ്യുന്നു. ആ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യും. കിട്ടുന്നത് ക്ലോസിംഗ് WDV ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. അപ്പൊ ആദ്യം ഓപ്പണിംഗ് WDV അങ്ങോട്ട് എഴുതി വെക്കുക. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്ലോക്കിനകത്ത് പുതുതായിട്ട് അസറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് ആഡ് ചെയ്യുക. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു അസറ്റ് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സെയിൽ വാല്യൂ ലെസ് ചെയ്യുക. അപ്പൊ ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ കിട്ടും. അതിന് മുകളിൽ എത്രയാണോ പറഞ്ഞിരിക്കുന്ന ആ ബ്ലോക്കിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷന്റെ റേറ്റ് ഉണ്ട്, ആ റേറ്റ് അപ്ലൈ ചെയ്യുക. ആ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യും. കിട്ടുന്നത് ക്ലോസിംഗ് WDV ആഫ്റ്റർ ഡിപ്രീസിയേഷൻ. ഇതാണ് ഡിപ്രീസിയേഷന്റെ ഫോർമാറ്റ്. അപ്പോ ആ ഡിപ്രീസിയേഷന്റെ കമ്പ്യൂട്ടേഷൻ ഫോർമാറ്റിൽ ഓപ്പണിംഗ് WDV നമ്മുടെ കയ്യിൽ കാണും. പിന്നെ പർച്ചേസും സെയിലുമാണ് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. പർച്ചേസ് ആഡ് ചെയ്യുക, സെയിൽ ലെസ് ചെയ്യുക. അതിന്റെ പർച്ചേസും സെയിലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പാക്റ്റ് ആണ് ഇമ്പാക്ട് ഓഫ് ഡേറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് ഡേറ്റ് ഓഫ് സെയിൽ. ഡേറ്റ് ഓഫ് പർച്ചേസിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ, അതിന്റെ ഡേറ്റിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ, അതേപോലെ ഡേറ്റ് ഓഫ് സെയിൽസിന്റെ ഇമ്പാക്ട് ഉണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ ആദ്യം ഡേറ്റ് ഓഫ് സെയിൽ അങ്ങോട്ട് എടുത്തു വെച്ചു. ഡേറ്റ് ഓഫ് സെയിൽ ഓഫ് അസറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ ആണ്. അതായത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വിറ്റതിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. എത്രയാണോ സെയിൽ നടത്തിയ എമൗണ്ട് ഡിഡക്ട് ചെയ്താൽ മതി, ലെസ് ചെയ്താൽ മതി. വേറെ ഒന്നും അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ആ ബ്ലോക്കിലെ ഒരു അസറ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ ആ സെയിൽ വാല്യൂ ലെസ് ചെയ്യുക. ഒരു കാരണവശാലും സെയിൽസിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു അസറ്റ് വിറ്റിരിക്കുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 1/7 അല്ലെങ്കിൽ 1/12 ഡിസംബർ മാസം ആണെങ്കിലോ ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. ഒരു കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഏത് ഡേറ്റ് ആയിക്കോട്ടെ, 1/4 ആയിക്കോട്ടെ, 1/5 ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 7-ാം മാസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിസംബർ മാസം ആയിക്കോട്ടെ, ജനുവരി മാസം ആയിക്കോട്ടെ, എന്ന് സെയിൽ നടത്തിയാലും ശരി നമ്മൾ ആ പറയുന്ന ഫോർമാറ്റിൽ അതങ്ങ് ലെസ് ചെയ്താൽ മതി. ഒരു കാരണവശാലും അത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. തൊട്ടപ്പുറത്ത് ഡേറ്റ് ഓഫ് പർച്ചേസ്. ഇഫ് ആൻ അസറ്റ് ഈസ് അക്യൂർഡ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് പുട്ട് ടു യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ അത് പുട്ട് ടു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. അതേസമയം നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും പുട്ട് ടു യൂസ് ചെയ്യുന്നതും ലെസ് ദാൻ 180 days ആണ്. അതായത് അവിടം തൊട്ട് പുട്ട് ടു യൂസ് ചെയ്യുന്ന അന്ന് തൊട്ട് ആ ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നവരെ 180 ദിവസത്തിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ ഫുൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ മാത്രമേ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. പറഞ്ഞത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, കഴിഞ്ഞ പ്രീവിയസിൽ തന്നെ ആ അസറ്റ് പുട്ട് ടു യൂസ് ചെയ്തു എങ്കിൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് പുട്ട് ടു യൂസ് ചെയ്തു, അവിടം തൊട്ട് എന്നാണോ പുട്ട് ടു യൂസ് ചെയ്യുന്നത് അവിടം തൊട്ട് ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഒരു ഡേറ്റ് ഉണ്ട്, 31st മാർച്ച് ഉണ്ട്. ആ 31st മാർച്ച് വരെ നമ്മൾ നോക്കുമ്പോൾ 180 ദിവസത്തിന് മുകളിലാണെങ്കിൽ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. 180 ദിവസത്തിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ഇയർ ഡിപ്രീസിയേഷനെ ചാർജ് ചെയ്യാനായിട്ട് പറ്റൂ. അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇഫ് ആൻ അസറ്റ് ഈസ് പർച്ചേസ്ഡ് ഓൺ 8/8/2019 and put to use 1/1/2020, then
ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ഈസ് അലൗഡ് ഇൻ ദി പ്രീവിയസ് ഇയർ 2019-20. അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 8/8/2019 ആണ്. പക്ഷെ പുട്ട് ഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജനുവരി മാസമാണ്. അപ്പൊ പിന്നീട് ജനുവരിയിലാണ് പുട്ട് ഡ്യൂസ് ചെയ്യുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസം നോക്കുമ്പോൾ 90 ദിവസമേ ആയിട്ടുള്ളൂ. സോ 180 ദിവസത്തിൽ താഴെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ എക്സാമ്പിൾ 10% ഡിപ്രീസിയേഷന്റെ റേറ്റ് എങ്കിൽ അവിടെ 5% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പോട്ടെ 1 ലക്ഷം രൂപയാണ് അവിടുത്തെ ഡിപ്രീസിയേഷൻ എങ്കിൽ 50,000 രൂപ മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ. അതേസമയം ഈ 8/8/2019 പർച്ചേസ് ചെയ്ത ആ അസറ്റ് സെയിം ഡേറ്റിൽ തന്നെ പുട്ട് ടു യൂസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവിടം തൊട്ട് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നവരെ 180 ദിവസത്തിന് മുകളിലാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഫുൾ ഇയർ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്ത് പുട്ട് ടു യൂസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു ഡേറ്റിലാണ്. ആ ഡേറ്റ് തൊട്ട് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നവരെ 180 ദിവസത്തിൽ താഴെയാണ്. അതുകൊണ്ട് ഹാഫ് ഇയർ ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോ ഡേറ്റ് ഓഫ് സെയിൽ ഇമ്മെറ്റീരിയൽ ആണ്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു അസറ്റ് സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ സെയിൽ വാല്യൂ ലെസ് ചെയ്താൽ മതി. ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യത്തില്ല. സെയിൽ വാല്യൂവിന്റെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാറില്ല. നെക്സ്റ്റ് പർച്ചേസ്. ഒരു അസറ്റ് പർച്ചേസ് ചെയ്തു, കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ പുട്ട് ടു യൂസ് ചെയ്തു എങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. പക്ഷേ ഈ പർച്ചേസ് ചെയ്ത് പുട്ട് ടു യൂസ് ചെയ്യുന്നത് അവിടം തൊട്ട് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നവരെ 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ ഫുൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഫുൾ ഡിപ്രീസിയേഷന്റെ പകുതി ഹാഫ് മാത്രമേ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കൂ. ഇനി when no depreciation shall be charged, സെക്ഷൻ 50 പ്രകാരം ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാത്ത 2 സിറ്റുവേഷൻ ഉണ്ട്. ആ 2 സിറ്റുവേഷൻ ആണ് ഇവിടെ പറയുക. ഇനി പറയാൻ പോകുന്ന 2 കേസില് ഡിപ്രീസിയേഷൻ ഒരു കാരണവശാലും ചാർജ് ചെയ്യത്തില്ല. ഒന്നാമത്തെ കേസ് when closing WDV of the block of asset before depreciation is negative. അതായത് ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് ഓപ്പണിംഗ് WDV ആഡ് പർച്ചേസ് ലെസ് സെയിൽസ്. ഫോർ എക്സാമ്പിൾ ഓപ്പണിംഗ് എന്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഞാൻ പർച്ചേസ് ചെയ്തത് 5 ലക്ഷം രൂപ പർച്ചേസ് ചെയ്തു. 10 5 15 ലക്ഷം രൂപയായി. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഞാൻ സെയിൽ നടത്തി 20 ലക്ഷം രൂപയുടെ സെയിൽ നടത്തി. അപ്പൊ 15 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷം രൂപ ഞാൻ ലെസ് ചെയ്യുമ്പോൾ എനിക്ക് നെഗറ്റീവ് 5 lakh ആണ് കിട്ടുക. അപ്പോ എന്റെ ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ നെഗറ്റീവ് ആയി. അതിനർത്ഥം സെയിൽ വാല്യൂ കൂടി നിൽക്കുക. സെയിൽ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗെയിൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് വിളിക്കുക. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ ഗെയിനിലാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിന് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യില്ല. സെക്കൻഡ്, when closing WDV of the block of asset before depreciation is positive or zero but the block is empty. ഇപ്പൊ നമ്മൾ ഓപ്പണിംഗ് 10 ലക്ഷം രൂപയുണ്ട്. ഈ വർഷം ഞാൻ പർച്ചേസ് ചെയ്തത് ഒരു 5 ലക്ഷം രൂപയുണ്ട്, 15 ലക്ഷം രൂപയുണ്ട്. ഞാൻ സെയിൽ നടത്തി, കയ്യിലിരിക്കുന്ന അസറ്റ് മൊത്തം സെയിൽ നടത്തി, ഒരു 10 ലക്ഷം രൂപയ്ക്ക് സെയിൽ നടത്തി. അപ്പൊ എനിക്ക് 5 lakh പോസിറ്റീവ് ആണ് കിട്ടിയത്. പക്ഷെ എന്റെ ബ്ലോക്കിനകത്ത് ഇനി അസറ്റ് ഇല്ല. ബ്ലോക്ക് എംപ്റ്റി ആണ്. ഉള്ള അസറ്റ് മൊത്തം വിറ്റു, പക്ഷെ ബ്ലോക്ക് എംപ്റ്റി ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്നാണ്. 15 ലക്ഷം രൂപയുടെ സാധനം 10 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ 5 ലക്ഷം രൂപ അവിടെ പോസിറ്റീവ് ഫിഗർ ആണ് കിടക്കുക. അങ്ങനെ 5 ലക്ഷം രൂപയെ വിളിക്കുന്ന പേര് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ് എന്നാണ് വിളിക്കുക. ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസിനും ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് പോസിറ്റീവ് കിട്ടി. പോസിറ്റീവിനെ വിളിക്കുന്ന പേര് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ലോസ്. പോസിറ്റീവ് വന്നാൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. പക്ഷെ പോസിറ്റീവ് വരികയോ അല്ലെങ്കിൽ സീറോ വന്നു കൂടാതെ ബ്ലോക്ക് എംപ്റ്റി ആണ്, അസറ്റ് ഇല്ല എങ്കിൽ ഒരു കാരണവശാലും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ 2 കേസിലും സെക്ഷൻ 50 പ്രകാരം ഈ 2 കേസിലും ഡിപ്രീസിയേഷൻ ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ്, അഡീഷണൽ ഡിപ്രീസിയേഷൻ. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത് സാധാ ഡിപ്രീസിയേഷൻ, സെക്ഷൻ 32 പ്രകാരമുള്ള സാധാ ഡിപ്രീസിയേഷൻ. നെക്സ്റ്റ്, സെക്ഷൻ 32 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള അഡീഷണൽ ഡിപ്രീസിയേഷൻ. സാധാ ഡിപ്രീസിയേഷൻ കൂടാതെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കബിൾ ടു ഓൾ അസസി. എല്ലാ അസസിക്കും
അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. കണ്ടീഷൻ: assessee must be engaged in business of manufacture or the production. പ്രൊഡക്ഷനോ മാനുഫാക്ചറിംഗ് പർപ്പസിനോ എൻഗേജ്ഡ് ആയിരിക്കുന്ന എല്ലാ അസസിക്കും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. Assessee has installed a new plant or machinery in the factory during the previous year. ആ അസറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം, പ്ലാന്റോ മെഷീനറി ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ ഇത്രയാണ്: കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഒരു പുതിയ പ്ലാന്റോ മെഷീനറിയോ പർച്ചേസ് ചെയ്ത് അത് ഫാക്ടറിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റ് ഉപയോഗിച്ച് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പർപ്പസിനാണ് അസസി ഉപയോഗിക്കുന്നതെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. എത്രയാണോ ഒറിജിനൽ കോസ്റ്റ്, ആക്ച്വൽ കോസ്റ്റിന്റെ മുകളിൽ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അഡീഷണൽ ഡിപ്രീസിയേഷൻ സെക്ഷൻ 32 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു പ്രൊഡക്ഷനോ മാനുഫാക്ചറിങ്ങിനോ എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരു അസസി ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ആ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊഡക്ഷൻ പർപ്പസിനോ മാനുഫാക്ചറിംഗ് പർപ്പസിനോ വേണ്ടി കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ പുട്ടിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റിന്റെ ലൈഫിൽ ഒറ്റ തവണ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിൽ, ആക്ച്വൽ കോസ്റ്റിന്റെ മുകളിൽ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു നോട്ട് അവിടെ പറയുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ പുട്ടിട്ട് യൂസ് ചെയ്യുന്നത് ലെസ് ദാൻ 180 ഡേയ്സ് ആണ്. പുട്ടിട്ട് യൂസ് ചെയ്ത് അന്ന് തൊട്ട് ഫിനാൻഷ്യലി എൻഡ് ചെയ്യുന്ന വരെയുള്ള ആ ഗ്യാപ്പ് ഉണ്ട്. അത് 180 ദിവസത്തിന് മുകളിലാണെങ്കിൽ 20% ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ 20% എന്ന് പറയുന്ന ഫുൾ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. പകരം അതിന്റെ 50%, 10% മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ബാലൻസ് ഡിപ്രീസിയേഷൻ നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ: കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഞാൻ ഒരു പുതിയ പ്ലാന്റ് മെഷീനറിയും പർച്ചേസ് ചെയ്തു. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ഞാൻ പുട്ടിട്ട് യൂസ് ചെയ്തു. പുട്ടിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഡിസംബർ മാസം എൻഡിലാണെന്ന് വിചാരിക്കുക. ഡിസംബർ മാസം എൻഡ് തൊട്ട് പിന്നീട് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യാൻ വരെ 180 ദിവസത്തിൽ താഴെയാണ്. അങ്ങനാണെങ്കിൽ 20% അല്ല എനിക്ക് ഫസ്റ്റ് ഇയർ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്, ആ വർഷം 10% ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് ഇയറിൽ ബാലൻസ് 10% നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അഡീഷണൽ ഡിപ്രീസിയേഷൻ 1 lakh ആണെന്ന് വിചാരിക്കുക. പുട്ടിട്ട് യൂസ് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ പുട്ടിട്ട് യൂസ് ചെയ്യുന്ന ആ വർഷം 50% 50,000 രൂപ ക്ലെയിം ചെയ്യാം. ബാക്കി 50,000 രൂപ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നുണ്ട്, വേർ ഇഫ് അസറ്റ് ഈസ് അക്യൂർഡ് ആൻഡ് പുട്ടിട്ട് യൂസ് ഫോർ ദി ലെസ് ദാൻ 180 ഡേയ്സ് then additional depreciation at 10%. എങ്ങനെയാ 10% കിട്ടുമെന്ന് പറഞ്ഞാൽ 20യുടെ 50%, 10% of actual cost shall be allowed in that previous year and deduction for the balance 10% shall be allowed in the immediate succeeding year. അവിടെ 10% ഇക്കൊല്ലം ക്ലെയിം ചെയ്യാം. ഇനി ഒരു 10% കിട്ടാനുണ്ട്, അത് കിട്ടും. അത് നെക്സ്റ്റ് ഇയറിൽ ആ 10% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ആണ്. ആക്ച്വൽ കോസ്റ്റിന് മുകളിൽ 20% കിട്ടണമെങ്കിൽ ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് പർപ്പസിന് വേണ്ടി ഒരു അസസി ഉപയോഗിച്ചു എന്നുണ്ടെങ്കിൽ ആ അസസിക്ക് അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി അത് പുട്ടിട്ട് യൂസ് ചെയ്തിട്ട് അന്ന് തൊട്ട് ഫിനാൻഷ്യൽ എൻഡ് ചെയ്യുന്നത് 180 ദിവസത്തിൽ താഴെയാണെങ്കിൽ 20% അക്കൊല്ലം കിട്ടത്തില്ല, 20യുടെ 10% കിട്ടും. നെക്സ്റ്റ് ഇയറിൽ ബാലൻസ് 10% ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത അസറ്റ് ഏതൊക്കെയാണ്, സിറ്റുവേഷൻ ഏതൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് പറയുക. അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 2 കണ്ടീഷൻ. ഒന്ന്, ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി. നമ്പർ 2, ആ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം എങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ 2 കേസിലും അല്ലാത്ത സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. ജസ്റ്റ് അത് ഒന്ന് കോട്ട് ചെയ്യാണ് ഞാൻ. ബിൽഡിംഗ് ഫർണിച്ചർ ഒരിക്കലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഷിപ്പ്, എയർക്രാഫ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, എനി ഓഫീസ് അപ്ലയൻസസ്, സെക്കൻഡ് ഹാൻഡ് അസറ്റ് ഓർ ഓൾഡ് അസറ്റ്. പ്രധാനമായിട്ട് ചിന്തിക്കണം, ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ സെക്കൻഡ് ഹാൻഡ് അസറ്റിനോ അല്ലെങ്കിൽ ഓൾഡ് അസറ്റിനോ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല.
ഏതെങ്കിലും ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ 100% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ പറയുന്ന അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഇൻടാഞ്ചിബിൾ അസറ്റിന് പറ്റില്ല. എനി പ്ലാന്റ് ഓർ മെഷീനറി ഇൻസ്റ്റാൾഡ് ഇൻ ദി ഓഫീസ് ഓർ എനി റെസിഡൻഷ്യൽ അക്കോമഡേഷൻ ഒരു ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ, ഒരു ഗസ്റ്റ് ഹൗസിലോ ഒരു റെസിഡൻഷ്യൽ അക്കോമഡേഷനിലോ ഒരു ഓഫീസിലോ ആണ് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നെങ്കിൽ ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. Additional depreciation is not available if the plant and machinery is installed and sold in the same year. ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എപ്പോ അസറ്റ് പർച്ചേസ് ചെയ്ത അതേ വർഷം തന്നെ സെയിം അസറ്റ് വിറ്റു എങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ ഒരു കാര്യം പറയുന്നുണ്ട്, അഡീഷണൽ ഡിപ്രീസിയേഷൻ ഷാൽ നോട്ട് ബി അലൗഡ് ഈവൻ ഇഫ് ദി ബ്ലോക്ക് ഹാസ് എ നിൽ ഓർ നെഗറ്റീവ് വാല്യൂ. അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും എപ്പോ ഈ പറയുന്ന ബ്ലോക്ക് നില്ലാണെങ്കിലും ശരി നെഗറ്റീവ് ആണെങ്കിലും ശരി അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ആ മുകളിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻ പ്രകാരം ഒരു അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അവിടെ ബ്ലോക്ക് നെഗറ്റീവ് ആണെങ്കിലും ശരി നില്ലാണെങ്കിലും ശരി അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. If assessee claiming the depreciation on SLM basis, then additional depreciation shall not be allowed. SLM ബേസിലാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടുന്നത് ദാറ്റ് ഈസ് WDV മെത്തേഡിൽ മാത്രമേ ദാറ്റ് ഈസ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടാത്ത കേസാണ് പറഞ്ഞത്. അപ്പോൾ തൊട്ടപ്പുറത്ത് നിങ്ങൾ നോക്കേണ്ടത് ഏറ്റവും പ്രധാനം അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ഒരു പുതിയ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതേസമയം സെക്കൻഡ് ഹാൻഡ് മെഷീനറിക്ക് പറ്റത്തില്ല. 100% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിരിക്കുന്ന ഒരു അസറ്റിനും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. ഒരു ഓഫീസിലോ അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷനോ ഗസ്റ്റ് ഹൗസിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കിട്ടത്തില്ല. ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത അതേ വർഷം തന്നെ അത് വിറ്റു എങ്കിലും ഒരിക്കലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ നമ്മുടെ ബ്ലോക്ക് നെഗറ്റീവ് ആണെങ്കിലും നില്ലാണെങ്കിലും ശരി അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. SLM മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, സ്പെഷ്യൽ റേറ്റ് ഓഫ് അഡീഷണൽ ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയ. ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ബാക്ക്വേർഡ് ഏരിയയിലാണ് ഒരു പുതിയ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തു, അത് പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 20% പകരമായിട്ട് 35% അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ 35% ക്ലെയിം ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് 20% ആണ്. താഴെ പറയുന്ന 4 കണ്ടീഷൻസ് ഉണ്ട്. 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 20% പകരമായിട്ട് 35% അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. ഒന്നാമത്തെ കണ്ടീഷൻ, assessee set up the undertaking or enterprise for the manufacture or the production of any article or things. ഓൾറെഡി പറഞ്ഞതാണ്, പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിംഗ് പർപ്പസിനായിരിക്കണം ഈ അസറ്റ് ഉപയോഗിക്കേണ്ടത്. Such undertaking or enterprises should be set up on or after 1/4/2015. 1/4/2015 ശേഷം സെറ്റപ്പ് ചെയ്തിരിക്കുന്ന undertaking or enterprise ആയിരിക്കണം. Next, such undertaking or enterprises should be set up in the notified backward area of Andhra Pradesh, Bihar, Telangana, West Bengal. ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ബാക്ക്വേർഡ് ഏരിയ ഉണ്ട്, അവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കണം. അതേപോലെ assessee acquire and install new plant and machinery for such undertaking or enterprises during the period beginning on 1/4/2005 and ending before 1/4/2020 in the said backward area. ആ പറഞ്ഞ said backward ഏരിയയില് 1/4/2015 ശേഷവും 1/4/2020 മുമ്പും പർച്ചേസ് ചെയ്തിരിക്കുന്ന സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ മാത്രമേ അവിടെ ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോ സ്പെഷ്യൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് 20%. ഒരു നോട്ടിഫൈഡ് ബാക്ക്വേർഡ് ഏരിയയിലാണ് നമ്മൾ ബിസിനസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ 20% പകരം 35% നമുക്ക് ഡിപ്രീസിയേഷൻ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലും തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അസറ്റ് പുട്ടിഡ്യൂസ് ചെയ്തിരിക്കുന്നു. ലെസ് ദാൻ 180 days ആണെന്നുണ്ടെങ്കിൽ അവിടെ 35% ഫസ്റ്റ് ഇയറിൽ കിട്ടത്തില്ല. 35%ന്റെ 50%, അതായത് 17.5% ഫസ്റ്റ് ഇയറിൽ കിട്ടും. ബാലൻസ് 17.5% നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരു 3 പോയിന്റ് അവിടെ പറയാനുണ്ട്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്.
അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മുടെ ക്ലോസിംഗ് WDV ബിഫോർ ഡിപ്രീസിയേഷനകത്തും അഡീഷണൽ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യാൻ പറ്റും. നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ പർച്ചേസ് ചെയ്ത ആ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ തന്നെ സെയിൽ നടത്തി സോൾഡ് ആണ് എന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. SLM മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യുന്നത്. അവിടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. ഞാൻ ഡിപ്രീസിയേഷന്റെ മെത്തേഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു WDV ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡിപ്രീസിയേഷന്റെ മെത്തേഡ്. പവർ ജനറേഷൻ സെക്ടർ മാത്രം SLM ഫോളോ ചെയ്യും. അങ്ങനെ ഒരു പവർ ജനറേഷൻ സെക്ടർ SLM ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് that is additional depreciation. അഡീഷണൽ ഡിപ്രീസിയേഷനെ ഒന്ന് ഫുൾ കൺക്ലൂഡ് ചെയ്യാണ്. കുറച്ചും കൂടെ ഒന്ന് നല്ലോണം അണ്ടർസ്റ്റുഡ് ആകാൻ വേണ്ടി ഒരു ചാർട്ടിലൂടെ അഡീഷണൽ ഡിപ്രീസിയേഷൻ ഫുള്ള് ഞാൻ സംസാരിക്കുകയാണ്. ഒരു ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വേർഡ് ബൈ രണ്ട് കാറ്റഗറിയായി ഡിവൈഡ് ചെയ്യുക. പവർ സെക്ടർ അണ്ടർടേക്കിംഗ്, അതർ അസസി. പവർ സെക്ടർ അണ്ടർടേക്കിംഗ് ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ കിട്ടത്തില്ല. കാരണം ഇവർ ഫോളോ ചെയ്യുന്നത് SLM ആണെങ്കിൽ ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അക്വേർഡ് ബൈ അതർ അസസി. ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്നുകിൽ ഫാക്ടറിക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അതർ പ്രിമിസസ് ഓഫ് ദി അസസി. എക്സാമ്പിൾ ദാറ്റ് ഈസ് ഓഫീസ്. ഞാൻ പറഞ്ഞു ഓഫീസിനകത്താണ് നമ്മൾ ഈ പറയുന്ന മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ റെസിഡൻഷ്യൽ അക്കോമഡേഷനിലാണ്, അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിലാണ് എങ്കിൽ ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോ ഫാക്ടറിയെ രണ്ടായി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, സെക്കൻഡ് ഹാൻഡ് മെഷീനറി ഓൺ വിച്ച് 100% ഡിപ്രീസിയേഷൻ ഈസ് ക്ലെയിംഡ്. ഇത് കൂടാതെ അതർ മെഷീനറി. ഞാൻ നേരത്തെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കുറച്ച് അസറ്റ് പറഞ്ഞു. അതാണ് ഈ റോഡ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, സെക്കൻഡ് ഹാൻഡ് മെഷീനറി. 100% ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാരണവശാലും അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്വേർഡ് ബൈ ദാറ്റ് ഈസ് അതർ അസസി, ഇൻസ്റ്റാൾഡ് ഇൻ ഫാക്ടറി, അതർ മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പുട്ട് ടു യൂസ്. 180 ദിവസത്തിന് താഴെയാണ് അസറ്റ് പുട്ട് ടു യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ 20യുടെ 50%, 10% ക്ലെയിം ചെയ്യാം. അതേസമയം പുട്ട് ടു യൂസ് ചെയ്തിരിക്കുന്നത് മോർ ദാൻ 180 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഡിപ്രീസിയേഷൻ 20% ക്ലെയിം ചെയ്യാം. അഡീഷണൽ ഡിപ്രീസിയേഷൻ ഒരു പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മുടെ ഫാക്ടറിക്കകത്ത് പ്രൊഡക്ഷൻ പർപ്പസിനോ മാനുഫാക്ചറിംഗ് പർപ്പസിനോ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്ത് പുട്ട് ടു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20% ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിൽ 20% അഡീഷണൽ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. അതേസമയം പുട്ട് ടു യൂസ് ചെയ്തിരിക്കുന്നത് ലെസ് ദാൻ 180 ഡേയ്സ് ആണെങ്കിൽ 20യുടെ 50%, 10% ഇക്കൊല്ലം കിട്ടും. നെക്സ്റ്റ് 10% നെക്സ്റ്റ് ഇയറിൽ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് അഡീഷണൽ ഡിപ്രീസിയേഷനും സാധാ ഡിപ്രീസിയേഷന്റെയും അഡ്ജസ്റ്റ്മെന്റ്. ഇനി പല സിറ്റുവേഷനിലെ ഡിപ്രീസിയേഷന്റെ ആപ്ലിക്കബിലിറ്റി ഉണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നെക്സ്റ്റ് എന്റെ വീഡിയോയിലേക്ക് പോകുന്നത്. അത് മൂന്നാമത്തെ പാർട്ടിലാണ് കവർ ചെയ്യുക. കൂടാതെ നമ്മുടെ സയന്റിഫിക് റിസർച്ച്, ബാക്കിയുള്ള ഓരോ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിലേക്കാണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് ഞാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്.